ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. രാവിലത്തെ കാര്യം കുറച്ച് സിമ്പിളാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമുക്കിതുപോലെ കുറച്ച് കെച്ചപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയാണ് വേണ്ടതെങ്കിൽ ഇഷ്ടമുള്ളതെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെ വേണം. വളരെ പൊടിയായിട്ട് അരിയണം കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സവാള, ഇഞ്ചി, പിന്നെ ക്യാരറ്റ്, മല്ലിയില ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബീൻസ് പോലെയുള്ള പച്ചക്കറികളുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വേണ്ടവർക്ക് അതും ചേർത്താം കേട്ടോ. ഞാനിവിടെ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്കിനി എരിവിന് വേണ്ടി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഇതേ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് എണ്ണ തൂവിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഒത്തിരി വലുത് വേണമെന്നൊന്നുമില്ല, ചെറുതായാലും മതി. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ മുകളിൽ തൂവിയിട്ട് കുറച്ച് ചെറിയ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പതുക്കെ മറിച്ച് തിരിച്ചു വിട്ട് കൊടുത്ത് കുറച്ച് എണ്ണ അങ്ങനെ മുകളിൽ തൂവി കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇടുന്നുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്